യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം റിമാൻഡിലായി. ഇന്ന് രാവിലെ പിണറായി വിജയൻ്റെ പോലീസ് അദ്ദേഹത്തിൻ്റെ അടൂരിലുള്ള വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചുവെങ്കിലും ഇതുവരെ നടന്ന നടപടിക്രമങ്ങളിൽ അവസാനം വഞ്ചിയൂർ കോടതിയുടെ തീരുമാനപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെ 22-ാം തീയതി വരെ റിമാൻഡിൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കുന്നുണ്ടെങ്കിലും ഇനി നിയമ പോരാട്ടമാണ് കൂടുതലും യൂത്ത് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തനായ യുവനേതാവാണ്. അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും യൂത്ത് കോൺഗ്രസ് തയ്യാറാകില്ല എന്ന് ആവർത്തിച്ച് കേട്ടൊരു മുദ്രാവാക്യമാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങിയത്. പക്ഷേ അവസാനം അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി റിമാൻഡിൽ വെക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയെന്നും ഗുരുതരമാണെന്നും ഒക്കെയുള്ള സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നടപടി എന്നാണ് ആദ്യതലത്തിൽ തന്നെ അറിയാൻ കഴിയുന്നത്. എങ്കിലും പ്രതിപക്ഷം, അതായത് UDF ഒന്നടങ്കം വലിയ ആവേശത്തിലായ ഒരു സമരത്തിലാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടുകളിച്ച പിണറായി വിജയന് 8ന്റെ പണി കിട്ടുമെന്ന് ദില്ലിയിൽ നിന്നും അറിയിച്ച ഒരു വാർത്തയാണ്. ഈ കേരളത്തിൽ മാത്രമുള്ള CPMൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളം വിട്ടുപോകേണ്ട ആവശ്യമില്ലെങ്കിലും ദില്ലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഇനി ദില്ലിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ BV ശ്രീനിവാസ് അറിയിച്ചിരിക്കുന്നു. കേരളത്തിൽ തന്നെ പോകുമ്പോൾ നമുക്കറിയാം 40 വണ്ടികളും 400 പോലീസുകാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന പിണറായി വിജയൻ ഇത് കേട്ടതോടെ ഇനി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പോകില്ല എന്ന് വെച്ചാലും പക്ഷേ ദില്ലിക്ക് പോകാതിരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അങ്ങനെ ആകെപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ദില്ലിയിൽ പോയാൽ 40 വണ്ടികളും അത്ര തന്നെ പോലീസിനെയൊന്നും കിട്ടുകയും ചെയ്യില്ല. പണ്ട് RSSകാരെ പേടിച്ച് കർണാടകയിലെ മംഗലാപുരത്ത് സിദ്ധാരാമയ്യയുടെ സർക്കാരിൽ അഭയം തേടിയതും അതിനിടയിൽ വെച്ച് തന്നെ ഊരിപ്പിടിച്ച വാളിനെക്കുറിച്ച് പറഞ്ഞതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് ദേശീയ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസും തീരുമാനിച്ച സ്ഥിതിക്ക് കുടുംബത്തെ കൂട്ടി ഇനി അമേരിക്കക്കൊക്കെ പോകുന്നതല്ലാതെ രാജ്യത്തിനുള്ളിൽ ഇനി യാത്ര കുറയ്ക്കേണ്ടി വരും മുഖ്യമന്ത്രിക്കും. അത് നമുക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ വാക്കുകളിൽ തന്നെ കേൾക്കാം. यही कम्युनिस्ट RSS का सारे गुंडा लोगों को प्रोटेक्ट करने का काम एक तरफ वहाँ केरला में हो रहा है, एक तरफ कांग्रेस और यूथ कांग्रेस जो भी कार्य करता है उसके ऊपर केसेस लगाना, उनको जेल भेजने का। कहाँ इन लोग ने, मेरे को लगता है ये B टीम जैसे वो काम करना बंद करो, ये तानाशाही नहीं चलेगा। इस तरीके से तुम लोग ने जो आगे करेगा, मैं कह रहा हूँ पिनराई विजय दिल्ली आएगा, यहाँ भी काला झंडा दिखाने का काम यूथ कांग्रेस करेंगे। ये इस तरीके का जो आज उनके साथ जो केसेस लगाया है सरकार को वापस लेना चाहिए। किस तरीके का ये केस लगाया है और इसके ऊपर पूरा केरला में आने वाले दिन में इन लोग ने वापस इनको जेल भेजने का काम करेगा। युवा कांग्रेस कोई इनका कम्युनिस्ट का एक नेता सड़क में कोई भी इनके लीडर है, मिनिस्टर है, जो भी आए किस लेवल पे विरोध करने का काम युवा कांग्रेस करेंगे।